എന്നാൽ കുറച്ച് ദിവസമായിട്ട് കേരളക്കാരെ ഏറ്റവും ഉറ്റുനോക്കിയ ഒരു വാർത്തയായിരുന്നു അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച്, അല്ലേ? പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മനാഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അർജുനുമായിട്ടുള്ള ബന്ധങ്ങളും അവിടുന്ന് സ്നേഹത്തോടുള്ള സംസാരങ്ങളും ഒക്കെ. പക്ഷെ ഇന്ന് ആ ചെറുപ്പക്കാരന്റെ അർജുനന്റെ കുടുംബക്കാർ ഇന്ന് മനാഫിന് എതിരായി വന്നിരിക്കുകയാണ്, പല പല ആരോപണങ്ങളും പല പല വിഷയങ്ങളും ചർച്ചകളുമായിട്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ ഒരു ന്യൂസിന്റെ ഒക്കെ കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം മോശമായ രീതിയിൽ അർജുനന്റെ കുടുംബത്തെയാണ് ഇന്ന് കമന്റിലൂടെ ആളുകൾ അവിടുന്ന് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ടൊരു കാര്യം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ നമ്മളിങ്ങനെ ആക്ഷേപിച്ചു കൊണ്ടിരുന്നാൽ ഒരു ഭാഗത്ത് ആക്ഷേപം നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഇന്ന് മനാഫിനെ എല്ലാവരും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ, അല്ലെ? നമ്മൾ കണ്ടു അദ്ദേഹത്തിന് വളരെ തുച്ഛമായ സബ്സ്ക്രൈബ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനൽ. അവരാ ഒരു വാർത്ത പറഞ്ഞ് അർജുനന്റെ കുടുംബം ആ ഒരു വാർത്ത പറഞ്ഞത് മുതൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബ് ലക്ഷങ്ങളിൽ നിന്ന് കടന്നിരിക്കുകയാണ്. 72ഓളം ദിവസം അർജുനന് വേണ്ടിയിട്ട് ആ പുഴയുടെ തീരത്ത് തന്റെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് കടന്നു നിന്ന ആ മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ സത്യം പറഞ്ഞ നമ്മൾ തിരിച്ചറിയണം. അർജുൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇത്രയും കാലം ഈ മനുഷ്യന്റെ കൂടെ ജോലി ചെയ്തത്, സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തത് വെറുതെ അല്ലല്ലോ. അദ്ദേഹത്തിന്റെ സ്വഭാവം മോശമാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതൊക്കെ ഇട്ട് പോരില്ലായിരുന്നു, അല്ലെ? നമുക്ക് സമ്പത്തും ആരോഗ്യവും സൗന്ദര്യവും ഉള്ള സമയത്ത് മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്നവനല്ല യഥാർത്ഥ സുഹൃത്തും യഥാർത്ഥ ബന്ധവും യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറയുന്നത്. അവർക്കല്ല, അവരുടേതല്ല യഥാർത്ഥ സ്നേഹം. നമുക്ക് ആപത്ത് സമയത്ത് നമ്മുടെ കൂടെ ആരാണോ ഉള്ളത് അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ സുഹൃത്തും ആത്മാർത്ഥമായിട്ട് സ്നേഹം നൽകുന്നവനും എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.